അല്ല സഖാവേ, നിങ്ങൾ കേരളത്തിലുള്ളവരെ മുഴുവൻ പൊട്ടന്മാരാക്കണോ? അതോ ഇവിടെ ഉള്ള ബാക്കിയുള്ളവരൊക്കെ മന്ദബുദ്ധികളും പൊട്ടഗുണാപ്പന്മാരുമാണെന്നാണ് നിങ്ങൾ കരുതുന്നത്? ന്യായീകരിക്കാൻ നമ്മുടെ സഖാവ് വന്നിട്ടുണ്ട്. ഏതായാലും നമ്മുടെ പത്രക്കാര് 4 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അവിടെ മുതൽ തുടങ്ങാം. 178 വീടുകളാണ് സർക്കാർ കൈമാറിയത്. അതായത് ഈ വീടുകൾ ആദ്യഘട്ടത്തിൽ ഈ വീടുകൾക്കൊക്കെ ഓണേഴ്സായി ഇതെല്ലാം പെയിന്റ് അടിച്ചു. ഇത് അവസാന ഘട്ടത്തിൽ പൂർത്തീകരിച്ച് കൈമാറി കഴിഞ്ഞു. ബാക്കിയുള്ള വീടുകളുടെ കാര്യങ്ങളെ പട്ടയാണ് കൊടുത്തത്. ആകെയുള്ള വീടുകളെ കുറിച്ച് ഒരാൾ ഒരു റിപ്പോർട്ടും ചെയ്യുന്നില്ല. കാരണം എന്താ? അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇത് പൂർത്തീകരിച്ചു. ഇവിടുത്തെ ഉടമകൾ വരുന്നു, അവർ പരാതിപ്പെടുകയാണ് മാധ്യമങ്ങളോട്, ഞങ്ങളുടെ വീട് ചോരുന്നു, വെള്ളം ഇറങ്ങുന്നു, അത് പരിഹരിക്കണമെന്ന്. അക്കാര്യം എന്താണെന്ന് പോലും ഒരാളെങ്കിലോ അല്ലെങ്കിൽ ഇതിലെ അധികൃതരോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു പോലും അവരെ വിശ്വാസത്തിലെടുത്തിട്ടില്ല. ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുന്നതിന് മുമ്പായി നിരീക്ഷണങ്ങൾ നടക്കുന്നത് എന്നാണ്. ഒരു കോൺക്രീറ്റ് സ്ലാബ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിലത്ത് കൂട്ടുണ്ടാക്കി എല്ലാം വെക്കും. എന്നിട്ട് സെറ്റായതിനു ശേഷം തുറന്നങ്ങോട്ട് പരിശോധിക്കും. അതിനുശേഷം ലീക്ക് ഉണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കും. അതൊക്കെ കഴിഞ്ഞിട്ടാണ് മേലെ പ്രയോഗിക്കുന്നത്, ഇല്ലേ? ഇതൊരു വീടുണ്ടാക്കി അത് മെയിൻ സ്ലാബ് വാർത്ത് അത് പെയിന്റും അടിച്ച് അത് കഴിഞ്ഞിട്ട് ആദ്യ മഴയത്ത് തന്നെ ചോർന്നപ്പോ വെള്ളം കരിഞ്ഞപ്പോ വന്നിരുന്ന് ന്യായീകരിക്കുകയാണ്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ പറയട്ടെ, ഇനിയിപ്പോ ഞാൻ അവരുമായിട്ട് സംസാരിച്ചു. നിങ്ങളോട് സംസാരിച്ച ആളുകളുമായിട്ടും ഞാൻ സംസാരിച്ചു. അവര് പൂർണ്ണമായും പറഞ്ഞത് ഇത് പൂർണ്ണമായും കൈമാറിയിട്ടില്ല. 101 വീടിന്റെ ഞാൻ കേൾക്കട്ടെ ഞാൻ പറഞ്ഞോട്ടെ. ഇനിയിപ്പോ വിള്ളലാവട്ടെ, വിള്ളലല്ലാതിരിക്കട്ടെ. ഇത് ഒരു വീട് കൈമാറി കഴിഞ്ഞതിന് ശേഷം മാത്രമല്ലേ നമ്മൾ അതിന്റെ അങ്ങനെ ഒരു കൺസെഷൻ ഡിഫക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കേണ്ടതുള്ളൂ. ഇത് 2 റൂമുള്ള ഏകദേശം 1000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണ്. എത്ര തുക? 30 ലക്ഷം രൂപ ആണോ? ആണ്. വലിയ സംവിധാനങ്ങളൊക്കെ നിങ്ങൾ അതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. ഇനി വേണ്ട, അതിന് താഴെ മറ്റൊരു 1051 വീടുകൾ ഉടനെ താക്കോല് കൊടുക്കുന്നുണ്ട്. താക്കോല് കൊടുത്തു കഴിഞ്ഞു. ഒരു കുടിയിരിക്കൽ ചടങ്ങ് ഉടനെ നടക്കുന്നുണ്ട്. ആ കുടിയിരിക്കൽ ചടങ്ങ് കഴിയുമ്പോഴേക്ക് അവിടെ ആൾക്കാർ കയറി താമസിക്കും. ഏത്? മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്ത കുറച്ച് വീടുകൾ. ആ മുസ്ലിം ലീഗ് ഉണ്ടാക്കി കൊടുത്ത ആ വീടുകളിൽ ഇതുവരെ എന്താ ഇതുപോലെ ലീക്ക് കാണാത്തത്? അവരുപയോഗിച്ചത് സിമന്റ് അല്ലേ? അവരുപയോഗിച്ചത് കോൺക്രീറ്റ് ഇല്ലേ? അതോ അതിന് കമ്പി ഉപയോഗിച്ചിട്ടില്ലേ? അതോ ടെക്നോളജി ഉപയോഗിക്കാത്തത് കൊണ്ടാണോ? നിങ്ങൾ ഈ ഊരാളുകളെ കൊണ്ട് ഇത്രയധികം കാശും മുടക്കി ഇത്തരം ടെക്നോളജി ഉപയോഗിക്കുന്നത് കൊണ്ടാണല്ലേ? സാധാരണ നമ്മൾ മെയിൻ സ്ലാബ് വാർത്ത് കഴിഞ്ഞാൽ പിന്നെ ലീക്ക് കിനിയാൻ പാടില്ല. ആ രീതിയിൽ തന്നെ വാർക്കേണ്ടത്. ഇനി പറയുന്നു, ഇനി അതിന് മുകളിൽ വാട്ടർ പ്രൂഫിങ് നടത്തും, പിന്നെ അതിന്റെ മുകളിൽ കോൺക്രീറ്റ്, പിന്നെ അതിന് മുകളിൽ വാട്ടർ പ്രൂഫ്, പിന്നെ അതിന്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റ്. ഇതെന്താ ഇത്? ആരെ നിങ്ങൾ പൊട്ടന്മാരാക്കണത്? ഇത് ഡെക്കറേഷൻ ഒന്നും വേണ്ട. ഒരു വീട് പണിഞ്ഞു, സംഗതി പ്രശ്നമായി. പുട്ടടിക്കാൻ ഉള്ള പണമെല്ലാം കൂടെ എടുത്ത് പുട്ടടിച്ചപ്പോൾ സംഗതി പണിയായി. ഉദ്ദേശിക്കാൻ മുമ്പേ ലീക്ക് വന്നു. പുത്തുമല കവളപ്പാറ ആ ദുരന്തം ഉണ്ടായപ്പോൾ 1 കൊല്ലം കഴിഞ്ഞിട്ടാണ് പുത്തുമലയിലെ വീടുകൾ പൊളിഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യും, പുത്തുമലയ്ക്കൊന്ന് വണ്ടി വിട്, എന്നിട്ട് അവിടെ ചെന്നിട്ട് ഒന്ന് നോക്ക്. അന്ന് പണിഞ്ഞു കൊടുത്ത വീടുകളുടെ അവസ്ഥ എന്താണെന്ന് നോക്ക്. ഒരു മഴയത്ത് പറ്റുന്നവിടെ നിൽക്ക്. മുഴുവൻ ടാർപോളിട്ട് മൂടിയിട്ടുണ്ട്. അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റുമോ? ആ വീടിന്റെ അവസ്ഥ എന്താണെന്ന് നോക്ക്. എന്നിട്ട് പറ. ഈ സഖാവ് തന്നെയല്ലേ അന്നും ഈ വീടുണ്ടാക്കി കൊടുത്തത്? ഇതേ വയനാട്ടുകാർക്ക് തന്നെയല്ലേ വീടുണ്ടാക്കി കൊടുത്തത്? അതേപോലെ തന്നെയല്ലേ ഇപ്പോഴും വീടുണ്ടാക്കിയേക്കുന്നത്? ഈ വീടിന് ആ ഗതി വരുമെന്ന് ഞങ്ങളൊക്കെ പണ്ടേ പറഞ്ഞതല്ലേ? പക്ഷെ ഇത്ര പെട്ടെന്ന്, അതായത് കൈമാറുന്നതിന് മുമ്പ് പോകുന്ന സത്യത്തിൽ കരുതിയില്ല. അല്ല, വേറെന്തോ ഒന്നുകൂടി പറഞ്ഞല്ലോ. ഇനിയിപ്പോ അത് ഉണ്ടെങ്കിൽ തന്നെ, നിങ്ങൾ ഈ പറയുന്നത് പോലെ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഇങ്ങനെ പർവ്വതീകരിച്ച് ഒരു വലിയ സംവിധാനത്തെ ആകെ മോശമാക്കേണ്ട കാര്യമുണ്ടോ? ഒരു സംവിധാനത്തെ ആകെ മോശമാക്കുന്ന പറഞ്ഞ എന്താണ്? ഒരു വീടുണ്ടാക്കി അത് പട്ടയവും കൊടുത്ത്, അതായത് ഉദ്ഘാടന മഹാമഹം നടത്തി, അതിനുശേഷം തങ്ങൾക്ക് കിട്ടിയ വീട് അത് ചോർന്നൊലിക്കുന്നെന്ന് പറഞ്ഞത് ഒരു വലിയ സംഭവമല്ലേ? അവർക്ക് അവരുടെ മരണം വരെ അവർക്ക് അവരുടെ കുട്ടികൾക്കും ജീവിക്കാനുള്ളതല്ലേ? ചിലപ്പോൾ അടുത്ത തലമുറ അവിടെ താമസിച്ചു വരും. അവർക്ക് അടച്ചുറപ്പുള്ള നല്ല വീടുണ്ടായിരുന്നു. ആ വീടും അവരുടെ സ്ഥലമെല്ലാം നഷ്ടപ്പെട്ടു പോയി. അവരുടെ കുടുംബാംഗങ്ങൾ നഷ്ടപ്പെട്ടു പോയി. അതിനെല്ലാം ഒരു പരിഹാരമായിട്ടല്ലേ നിങ്ങൾ ഒരു അടച്ചുറപ്പുള്ള ഒരു വീടുണ്ടാക്കി കൊടുക്കുന്നത്? അവർക്ക് കിട്ടുന്ന ആ വീടിന്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞതാണോ പൊലിപ്പിച്ചു പറയില്ലെന്ന് പറയുന്നത്? പട്ടയം കൊടുത്തു എന്നുള്ളതിന് അപ്പുറത്തേക്ക് ടൗൺഷിപ്പിന്റെ ഈ പ്രൊജക്ടിലേക്ക് വീട് നിർമ്മാണ കമ്പനി വീട് കൈമാറിയിട്ടുണ്ടോ? ഇല്ല, അവരുടെ അണ്ടർ കൺസ്ട്രക്ഷൻ തന്നെയാണ് ഇതൊക്കെ. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ വീട് കൈമാറിയത് പണി പൂർത്തിയാക്കാതെയാണ്. അതായത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട്, നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു ഉദ്ഘാടന മഹാമഹം നടത്തി, ഒരു വലിയൊരു സംഭവം നടത്തി, കുറെ ഫ്ലക്സും വെച്ചു അവിടെ അല്ലെ? കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഫ്ലക്സും വെച്ചു. അതായത് നാട്ടുകാരെ പറഞ്ഞ് പറ്റിച്ച് കുറച്ച് വോട്ട് വാങ്ങണമായിരുന്നു. അതിനു വേണ്ടിയിട്ടുള്ള പണി നിങ്ങൾ എടുത്തു എന്നങ്ങ് പറഞ്ഞാൽ മതി. സാധാരണഗതിയിൽ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള നിർമ്മാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ എവിടെയാണ് വീടിന് പെയിന്റ് അടിച്ച് എല്ലാ വർക്കും ചോദിച്ച് സോളാറും ഫിറ്റ് ചെയ്ത ശേഷം ആളുകൾക്ക് കൊടുക്കുന്നത്, പട്ടയം കൊടുക്കുന്നത്? അപ്പോൾ അവർക്ക് ആശങ്കയില്ലല്ലോ. എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്ത വീട്ടിൽ കിടന്ന് ഉറങ്ങട്ടെ? അതിന്റെ കഥകിന്റെ അവസ്ഥ എന്താ? അതും നോക്കിയോ?
മേലത്തെ സ്ലാബ് വരച്ചിട്ടത് ഒരു മന്ത്രി വന്ന് മേശമണി എടുക്കുന്നത് കണ്ടു. പണ്ടൊരു കിണറ്റിൽ ഇറങ്ങുന്നത് കണ്ടു. അതുപോലെയാണ് ഇപ്പൊ ഒരു മന്ത്രി വന്നിട്ട് കോണിയും വെച്ച് മേലെ കയറിയിട്ട് മാന്തെന്ന് കണ്ടത്. അല്ല, എന്തിന്റെ വിവരക്കേടാണ് നിങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നത്? ആരെയും നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത്? ഒരു വീട് പണി പൂർത്തിയായി പെയിന്റ് അടിച്ചതിന് ശേഷമാണോ പിന്നെ അതിന്റെ ടെസ്റ്റ് നടത്തുന്നത്? ഇപ്പൊ ടെസ്റ്റ് നടത്താണ്, ടെസ്റ്റ് പൂർത്തിയാണ്, കൊടുത്തിട്ടില്ല, ചാവി കൊടുത്തിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത്. വാതിൽ പൊളിഞ്ഞു പോയി. അത് വല്ല അടക്കോ തുറക്കോ വല്ലതും ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അല്ലേ? വാതിൽ അടക്കം തുറക്കോ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടല്ലോ പൊളിയുന്നേ. ഇനി കോൺക്രീറ്റ് സ്ലാബ്, അതിൽ മഴ പെയ്തിട്ടുണ്ടാവും, മഴ പെയ്താൽ ചോരും, അത് സ്വാഭാവികമല്ലേ? Different angles. Don't forget to subscribe and support this channel.